ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കഥകളിൽ ഒരു കഥയാണ് പറയുന്നത്. ഇന്നത്തെ കഥയുടെ പേര് സന്താന ഗോപാലം. പലർക്കും ഈ കഥ അറിയാമായിരിക്കും. എങ്കിലും ഭഗവാന്റെ ജീവിതത്തിലൂടെ എത്ര തവണ സഞ്ചരിച്ചാലാണ് നമുക്ക് ഓരോരുത്തർക്കും മതിയാകുന്നത്? ഭഗവാന്റെ കഥ എത്ര തവണ കേട്ടാലാണ് നമുക്ക് മതിയാകുന്നത്? അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ഈ കഥ അവസാനം വരെ കേൾക്കണം. ഭാരതയുദ്ധം കഴിഞ്ഞതോടുകൂടി ദുഷ്ടന്മാരുടെ എണ്ണം ഭൂമിയിൽ അങ്ങനെ കുറയാൻ തുടങ്ങി. ഭഗവാൻ ശാന്തനാണ്. അദ്ദേഹം അങ്ങനെ ദ്വാരകയിൽ കഴിയുന്ന കാലമാണ്. ബാലമരണം, രോഗം, പ്രകൃതിയുടെ കോപങ്ങൾ തുടങ്ങിയ അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ദ്വാരകയിൽ വളരെ കുറവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദ്വാരാവതിക്ക് അടുത്ത് താമസിച്ചു കൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണന് ഒരു കുട്ടി ജനിക്കുകയും പെട്ടെന്ന് തന്നെ ആ കുട്ടി മരിക്കുകയും ചെയ്തു. ഈ ബ്രാഹ്മണൻ പൊതുവെ ഒരു അഹങ്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചത്ത കുഞ്ഞിൻ്റെ ജഡവും കയ്യിലെടുത്തുകൊണ്ട് അയാള് ദ്വാരാപതിയുടെ ഗോപുര ദ്വാരത്തിൽ വന്ന് അതിനെ നിലത്തു കിടത്തുകയും കുറെ നേരം കരയുകയും ചെയ്തു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇതിനെല്ലാം കാരണം കൃഷ്ണനാണ് എന്ന നിലയിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ബ്രാഹ്മണന്റെ ഇപ്രകാരമുള്ള കരച്ചിലൊക്കെ കേട്ടിട്ടും യദുവംശത്തിൽപ്പെട്ട ആരും തന്നെ അതത്ര ഗൗനിച്ചില്ല. അത് കണ്ടതും ഈ ബ്രാഹ്മണന് കുറച്ചും കൂടി ദേഷ്യം വന്നു. അയാള് ദേഷ്യത്തോടു കൂടി പറയുകയാണ്, ധർമ്മിഷ്ഠന്മാരായ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ബ്രാഹ്മണർക്കോ സത്തുക്കൾക്കോ ദോഷമോ ബാലമരണമോ സംഭവിക്കാറില്ല. ഇവിടെ ഉഗ്രസേനനാണ് രാജാവ്, എങ്കിലും കാര്യത്തിൽ രാജാവ് കൃഷ്ണനാണ്. 16,008 പെണ്ണുങ്ങളുമായി സദാ ക്രീഡിച്ചു രസിച്ചു കൊണ്ടിരിക്കുന്ന ആ വിദ്വാന് പ്രജകളുടെ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ക്ഷേമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ സമയമുണ്ടോ? ഈ ദുഷിച്ച ദ്വാരകയിൽ നിന്നും എവിടെയെങ്കിലും പോകുന്നതാണ് ഭേദം. ഇങ്ങനെയൊക്കെ ഈ ബ്രാഹ്മണൻ പറയാനും തുടങ്ങി. എന്നിട്ടും ആരും കേട്ട ഭാവം പോലും വെച്ചില്ല. കുറേ നേരം അവിടെ കിടന്ന് കരഞ്ഞ് ഇങ്ങനെ കുറേ വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ജഡവും എടുത്തുകൊണ്ട് ആ ബ്രാഹ്മണൻ തിരിച്ച് അയാളുടെ ഗൃഹത്തിലേക്ക് പോയി. കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും ഈ ബ്രാഹ്മണന്റെ ഭാര്യ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു. ആ കുട്ടിയും ആ നിമിഷം തന്നെ മരിച്ചുപോയി. മുമ്പത്തെ പോലെ ആ കുഞ്ഞിന്റെ ശരീരവും മൃതശരീരവും വഹിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണൻ ഗോപുരത്തിന്റെ ദ്വാരത്തിൽ വന്ന് വിലപിക്കുകയാണ്. അന്നും ആരും ഇയാളുടെ ഈ കരച്ചില് ഗൗനിച്ചില്ല. ഇങ്ങനെ 8 പുത്രന്മാർ ഈ ബ്രാഹ്മണന് ഉണ്ടാവുകയും ആ 8 കുഞ്ഞുങ്ങളും ജനിച്ച സമയം തന്നെ മരിക്കുകയും ചെയ്തു. ഈ 8 തവണയും ഈ ബ്രാഹ്മണൻ ഇപ്രകാരമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണന്റെ വരവും പോക്കും ഒരു നിത്യസംഭവമായി തീർന്നു. അതുകൊണ്ട് ആരും അത് കേട്ട ഭാവം വെച്ചതുമില്ല. ഗുരുവായ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി നൽകി കൃഷ്ണൻ. മാതാവിൻ്റെ മരിച്ചുപോയ 6 പുത്രന്മാരെയും സുതലത്തിൽ പോയി കൊണ്ടുവന്ന് അമ്മയെ കാണിപ്പിച്ച് സന്തോഷിപ്പിച്ചു കൃഷ്ണൻ. അങ്ങനെ മരിച്ച കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കുവാൻ തക്ക ദിവ്യത്വമുള്ള കൃഷ്ണൻ എന്തുകൊണ്ട് തൻ്റെ പുത്രന്മാരെ ജീവിപ്പിക്കുന്നില്ല? അത്
മനഃപൂർവമല്ലേ എന്ന ചിന്തയാണ് ഈ ബ്രാഹ്മണന്. ആ ചിന്തയിലാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ബ്രാഹ്മണന് 9ാമത് ഒരു കുട്ടി ജനിക്കുന്നു. അതും അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ബ്രാഹ്മണന് സഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സങ്കടത്തോടു കൂടി ഈ ബ്രാഹ്മണൻ ഈ കുഞ്ഞിന്റെ മൃതശരീരവും എടുത്തുകൊണ്ട് പഴയപടി ഗോപുരത്തിന്റെ ദ്വാരത്തിൽ വന്നു നിന്ന് അവിടെ നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ആരും ശ്രദ്ധിക്കുന്നില്ല. ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് അയാള് അകത്തേക്ക് കടന്നു. യജ്ഞം സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി അപ്പോൾ അവിടെ ഒരു സഭ കൂടിയിരിക്കുകയായിരുന്നു. മഹർഷിമാരും മഹാബ്രാഹ്മണരും യദുവംശ നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കേൾപ്പിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഈ ബ്രാഹ്മണൻ കരയാനും ബഹളം വെക്കാനും തുടങ്ങി. പക്ഷേ ആരും അയാളുടെ കരച്ചില് ഗൗനിച്ചില്ല. ആ സമയം അവിടെ മറ്റൊരാളുണ്ടായിരുന്നു. ആരായിരുന്നു അത്? അർജുനനായിരുന്നു. അർജുനൻ കുറച്ചു ദിവസം കൃഷ്ണന്റെ കൂടെ താമസിക്കാം എന്ന് കരുതി ദ്വാരകയിൽ വന്ന് താമസിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ആ സദസ്സിനെ നോക്കിക്കൊണ്ട് ഈ ബ്രാഹ്മണൻ വിളിച്ച് കരയുകയാണ്, വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഹേ മഹാസദസ്യരെ, ഒരു ബ്രാഹ്മണന്റെ ദുഃഖം തീർക്കാൻ യാദവന്മാർക്കാർക്കും മനസ്സില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരും മഹർഷികളും എങ്കിലും കനിവോടെ അത് സാധിച്ചു തരണം. മഹാജനങ്ങളെ, നിങ്ങൾ കേൾക്കണം. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 8 തവണ പുത്രന്മാർ മരിച്ചിട്ട് ഈ ഗോപുരത്തിന്റെ ദ്വാരത്തിൽ വന്നു നിന്ന് കരഞ്ഞവനാണ് ഞാൻ. യാദവന്മാർക്ക് കഴിവില്ല, എനിക്കറിയാം. എങ്കിലും യാദവപതിയായ കൃഷ്ണന് കഴിവുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു ബ്രാഹ്മണൻ ഇവിടെ വന്നു നിന്ന് കരയുന്നത് കേട്ടിട്ട് ഈ കൃഷ്ണൻ, അനുകമ്പയില്ലാത്ത ദുഷ്ടൻ, ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ, ചെയ്തില്ല. 16,008 ഭാര്യമാരും ഒരുമിച്ച് രമിച്ചാനന്ദിച്ചു സുഖിച്ചു വാഴുന്ന ഈ ദുഷ്ടന്റെ ചെവിയിൽ ഒരു ബ്രാഹ്മണന്റെ കരച്ചിൽ എങ്ങനെ എത്തിച്ചേരാനാണ്? ഒരു കൊച്ചു പെണ്ണാണ് ഇവിടെ വന്നു നിന്ന് കരഞ്ഞിരുന്നത് എങ്കിൽ എപ്പോഴേ വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഇങ്ങനെ ഈ ബ്രാഹ്മണൻ പറയുകയാണ്. ആ സമയം സദസ്സിലിരുന്ന ഒരാൾ വിളിച്ചു ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾ ബ്രാഹ്മണനാണോ? അഹങ്കാരിയായ ഒരു പാപിയാണ് നിങ്ങൾ. ബ്രാഹ്മണനാണെന്ന് സ്വയം പറഞ്ഞാൽ ബ്രാഹ്മണനാകുമോ? ഇങ്ങനെ ഒരാൾ അവിടെ ഇരുന്ന് വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണന് ദേഷ്യം വന്നു. അത് കേട്ടിട്ട് ബ്രാഹ്മണൻ പറയുകയാണ്, ദേഷ്യപ്പെട്ട് പറയുകയാണ്, നിങ്ങളും ആ അധർമ്മിയായ കൃഷ്ണന്റെ കൂട്ടുകാരനല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. ഈ പുരത്തിലുള്ള ഒരൊറ്റ ആളിനോടും ഈ കൃഷ്ണന് യാതൊരു സ്നേഹവുമില്ല. എത്രയെത്ര ജനങ്ങളെയാണ് ഇവൻ കൊന്നൊടുക്കിയിരിക്കുന്നത്. എന്നിട്ടും ഇവൻ നിങ്ങൾക്ക് ദിവ്യനാണ് പോലും. ഈ നാട്ടിലുണ്ടാകുന്ന അനർത്ഥങ്ങളെ കുറിച്ചൊന്നും ഈ കൃഷ്ണൻ ചിന്തിക്കുന്നില്ല. വെറും കഴുതകളെ പോലെ ജനങ്ങൾ ഇവിടെ കഴിയുന്നു. ഇവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയാൻ കുറെ സ്തുതി പാഠകന്മാരും ഇവിടെയുണ്ട്. ഇവനാണോ സ്നേഹവത്സലൻ? പുറത്തു കാണുന്ന കറുപ്പ് അകത്തും നിറഞ്ഞിരിക്കുന്ന പാപിയാണിവൻ. ഇങ്ങനെ ഈ ബ്രാഹ്മണൻ മറുപടി പറയുകയും ചെയ്തു. ദേഷ്യപ്പെട്ടാണ് പറയുന്നത്. കൃഷ്ണൻ അവിടെയുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് ഭാവിച്ച് അവിടെ ഇരിക്കുന്നുമുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ആര്? അർജുനൻ. ഉടൻ തന്നെ അർജുനൻ മുമ്പോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നു, ഹേ ബ്രാഹ്മണ, മതിയാക്കൂ അങ്ങയുടെ ദുർഭാഷണം. എന്തു പറഞ്ഞാലും ബ്രാഹ്മണനാണ് എന്ന നിലയിൽ ക്ഷമിക്കുമെന്ന് കരുതി നിലവിട്ടു തുള്ളരുത്.
ഇത് രാജ അങ്കണമാണ്, ഓർമ്മ വേണം. ആയുസെത്തിയാൽ കുട്ടികൾ മരിക്കും, അതിന് ബാക്കിയുള്ളവരെന്ത് വേണം? അങ്ങേക്ക് ഇനിയുണ്ടാകുന്ന പുത്രനെ എങ്ങനെയും ഞാൻ രക്ഷിച്ചു തരാം, അങ്ങിപ്പോൾ സമാധാനിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ഈ ബ്രാഹ്മണൻ അർജുനനോട് പറയുകയാണ്, നീ ആര്? ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാരായ ബലരാമൻ, പ്രദ്യുമ്നൻ, കൃതവർമാവ്, സാത്യകി മുതലായ യദുകുല നേതാക്കന്മാർ അവരാരും മിണ്ടുന്നില്ല. കാരണം അസാധ്യമായ കാര്യമാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവര് മിണ്ടാത്തത്. നീ വെറുതെ ചാടി പുറപ്പെട്ട് വീരവാദങ്ങളൊന്നും മുഴക്കണ്ട. ഇവരെ കൊണ്ട് സാധിക്കാത്ത കാര്യം നിനക്കെങ്ങനെ സാധിക്കും എന്ന് ഈ ബ്രാഹ്മണൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ അർജുനൻ പറയുകയാണ്, ഹേ ബ്രാഹ്മണ, അങ്ങ് സംശയിക്കണ്ട. എന്നെ അങ്ങയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ യാദവനല്ല, ഞാൻ പാണ്ഡവനാണ്. മധ്യപാണ്ഡവനായ പാർത്ഥനാണ്. കൗരവ യുദ്ധം ജയിച്ച വീരനായ ക്ഷത്രിയ യോദ്ധാവാണ്. പരമശിവനെ തപസ്സു ചെയ്ത് പാശുപതാസ്ത്രം വാങ്ങിയ വീരപരാക്രമിയാണ് ഞാൻ. അങ്ങനെയുള്ള വിജയനാണ് അങ്ങയോട് പറയുന്നത്, അങ്ങയുടെ 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിക്കുമെന്ന്. അത് കേട്ടതും ബ്രാഹ്മണന് വലിയ സന്തോഷമായി. മതി മതി, എനിക്ക് സന്തോഷമായി. അങ്ങ് വില്ലാളി വീരനായ വിജയനാണ് എന്ന് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ്. എന്നാൽ ഞാൻ പോകട്ടെ, എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് ഈ ബ്രാഹ്മണൻ പറഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ മൃതശരീരവും എടുത്തുകൊണ്ട് മുമ്പോട്ട് നടന്നു. കുറച്ചു ദൂരം നടന്നതിന് ശേഷം ഈ ബ്രാഹ്മണന് വീണ്ടും ഒരു സംശയം. അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എനിക്കൊരു സംശയം. അങ്ങയെ കൊണ്ട് ഇനി അതിന് സാധിച്ചില്ലെങ്കിലോ? ആയുസെത്തിയാൽ മരിക്കുമെന്ന് അപ്പോഴും പറഞ്ഞാലോ? ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നു. അപ്പോൾ അർജുനൻ പറയുകയാണ്, സംശയിക്കേണ്ട, 10ാമത്തെ കുട്ടിയെ രക്ഷിച്ചു തരാമെന്ന് ഞാനല്ലേ പറയുന്നത്, ഞാൻ സത്യം ചെയ്യുന്നു, അത് പോരെ എന്ന് പറയുന്നു. മതി മതി, സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ബ്രാഹ്മണൻ മുമ്പോട്ട് നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴാണ് ബ്രാഹ്മണന് വീണ്ടും സംശയം. തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലാതെ യഥാർത്ഥത്തിൽ സത്യമൊന്നും ചെയ്തില്ലല്ലോ? ഇങ്ങനെ ചോദിക്കുന്നു. ഉടനെ അർജുനൻ പറയുകയാണ്, ശരി, അങ്ങയുടെ 10ാമത്തെ കുട്ടിയെ രക്ഷിച്ചു തന്നില്ലെങ്കിൽ ഈ മഹാജനങ്ങൾ കേൾക്കെ ഞാൻ സത്യം ചെയ്യുന്നു, ഈ ഗാന്ധീവ ധനുസോടുകൂടി ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നതാണ്. ഇത് സത്യം, സത്യം, സത്യം. അങ്ങയുടെ പത്നിക്ക് ഗർഭം തികയുമ്പോൾ വിവരം എന്നെ വന്ന് അറിയിച്ചാൽ മതി. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. എൻ്റെ കൃഷ്ണ, അർജുനൻ അങ്ങനെ പറയുന്നു. അർജുനന്റെ സത്യപ്രതിജ്ഞാവേളയിൽ കൃഷ്ണൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ കൃഷ്ണൻ അവിടെ നിന്നും മാറിക്കളഞ്ഞിരുന്നു. അങ്ങനെ ബ്രാഹ്മണൻ തിരിച്ച് തൻ്റെ ഗൃഹത്തിലെത്തി എല്ലാ കാര്യങ്ങളും ഭാര്യയെ ധരിപ്പിക്കുന്നു. കൃഷ്ണൻ പിന്നീട് അർജുനനെ കാണുന്നു. പക്ഷെ ഈ കാര്യങ്ങളെ പറ്റി ഒന്നും, അതായത് സത്യം ചെയ്തത് എന്തിന്, എങ്ങനെ രക്ഷിക്കും, ഈ കാര്യത്തെ പറ്റി ഒന്നും കൃഷ്ണൻ അർജുനനോട് ചോദിച്ചതുമില്ല. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞതുമില്ല. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭവതിയായി. അങ്ങനെ 10 മാസം തികയുന്ന സമയമായി, അതായത് പ്രസവ സമയമാകുന്നു. ബ്രാഹ്മണൻ ഓടിക്കിതച്ച് ഹസ്തിനപുരിയിൽ ചെന്ന് അർജുനനെ കാണുന്നു. എന്നിട്ട് അർജുനനോട് വിവരങ്ങളെല്ലാം പറയുന്നു. പാർത്ഥ, വരൂ, വേഗമാകട്ടെ, എൻ്റെ പത്നിക്ക് ഗർഭം പൂർത്തിയായിരിക്കുന്നു, ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, വേഗം പുറപ്പെടുക എന്ന് പറയുന്നു. ഉടനെ അർജുനൻ പറയുകയാണ്, അല്ല, ദ്വാരകയിൽ പോയി ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ എന്ന് വിജയൻ ചോദിക്കുന്നു.
വേണ്ട വേണ്ട, അതിനൊന്നും ഇപ്പോൾ സമയമില്ല, വേഗം പുറപ്പെടുക എന്ന് ബ്രാഹ്മണൻ ധൃതി കൂട്ടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അർജുനൻ ഭഗവാനെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആയുധങ്ങളുമെല്ലാം എടുത്ത് ഈ ബ്രാഹ്മണന്റെ കൂടെ യാത്ര തിരിക്കുകയാണ്. വേഗം നടക്കണം, താമസിച്ചു പോയാൽ സർവവും കുഴപ്പത്തിലാകും. ഇങ്ങനെയൊക്കെ ഈ ബ്രാഹ്മണൻ പോകുന്ന വഴിക്ക് പുലമ്പിക്കൊണ്ടിരുന്നു. കാരണം അയാൾക്കങ്ങ് വെപ്രാളമാണ്, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ആ ഒരു ഭയം. അങ്ങനെ രണ്ടുപേരും കൂടി ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ എത്തിച്ചേരുന്നു. വിജയൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ഈച്ച പോലും അകത്ത് കടക്കാത്ത രീതിയിലൊരു ശരകൂടം നിർമ്മിക്കുകയും ആ ശരകൂടത്തിനകത്ത് പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയെ കിടത്തുകയും അതിൻ്റെ പുറത്ത് ആയുധങ്ങളുമായി വിജയൻ കാവൽ നിൽക്കുകയും ചെയ്യുന്നു. പ്രസവ സമയം അടുത്തപ്പോൾ ബ്രാഹ്മണന്റെ പത്നിയെ ശുശ്രൂഷിക്കാനായി അവിടേക്ക് വൈറ്റാട്ടികൾ എത്തിച്ചേരുന്നു. വാതിലെല്ലാം അടയ്ക്കുന്നു. അർജുനൻ കാവൽ നിൽക്കുന്നു. ഈ ബ്രാഹ്മണൻ ഈ കൂടാരത്തിനു ചുറ്റും ഇങ്ങനെ വെപ്രാളത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അർജുന കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അർജുനൻ പറയുന്നുണ്ട്, ഭയപ്പെടണ്ട, ധൈര്യമായി അവിടെയെങ്ങാനും മാറിപ്പോയിരിക്കൂ, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്, ആരാണ് കുഞ്ഞിനെ അപഹരിക്കുവാൻ വരുന്നത് എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അർജുനൻ വില്ലുമൊക്കെ പിടിച്ച് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് ആ കാഴ്ച മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ബ്രാഹ്മണൻ ഇങ്ങനെ വലിയ വയറുമൊക്കെ തിരുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞു കരയുന്നത് കേൾക്കുന്നില്ലല്ലോ പാർത്ഥ എന്നൊക്കെ ഈ ബ്രാഹ്മണൻ ചോദിക്കുന്നുമുണ്ട്. പ്രസവം നടന്നു കാണില്ല എന്ന് അർജുനൻ സമാധാനപ്പെടുത്തുന്നു. ഉടനെ ഒരു കരച്ചിൽ അകത്തു നിന്നും കേൾക്കുകയാണ്. ദൈവമേ, പ്രസവിച്ച കുഞ്ഞിന്റെ ശരീരം പോലും കാണുന്നില്ലല്ലോ, ഭഗവാനെ ഇതെന്തൊരു മായ എന്ന് പറഞ്ഞാണ് കരച്ചിൽ. ബ്രാഹ്മണൻ പേടിച്ചു വിറച്ചു. ഉടനെ അകത്തു നിന്നും പുറത്തേക്ക് ഒരു വൈറ്റാട്ടി വരികയും പ്രസവം കഴിഞ്ഞു എന്ന് അറിയിക്കുകയും കുട്ടി പിറന്നു എന്നറിയിക്കുകയും പിറന്ന കുട്ടി നിമിഷ നേരം കൊണ്ട് കാണാതായി എന്ന് പറയുകയും ചെയ്തു. ഈ ബ്രാഹ്മണൻ വെട്ടിയിട്ട വാഴ പോലെ ദേ കിടക്കുന്നു താഴെ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ബോധം വന്നു. അർജുനൻ എന്തു ചെയ്യണമെന്നറിയാതെ അമ്പും വില്ലുമൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ബോധം വീണ ബ്രാഹ്മണൻ അർജുനനെ ഇനി പറയാനൊന്നുമില്ല. എടാ മൂഢ, നാണം കെട്ടവനെ, വഞ്ചക, പ്രൗഢിയോടുകൂടിയ നിന്റെ പൊങ്ങച്ചം കേട്ടപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു. ഞാനാണ് വിഡ്ഢി. മഹാരഥന്മാരായ രാമകൃഷ്ണന്മാർക്കും പ്രദ്യുമ്നനും അനിരുദ്ധനും ഉദ്ധവർക്കും സാത്യകിക്കും കൃതവർമാവിനും സാമ്പനും ഒന്നും കഴിയാത്ത കാര്യത്തിന് നീ ചാടി പുറപ്പെടണ്ട, വേണ്ട 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 എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. നീ കേട്ടോ? എന്തായിരുന്നു നിന്റെ വീരവാദം? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. നീ സത്യം ചെയ്തു, നീ അഗ്നിയിൽ ചാടിച്ചാകുമെന്ന്, എത്രയും പെട്ടെന്ന് ചത്തുകൊള്ളണം. ഇത്രയും കാലം പ്രസവിച്ച കുഞ്ഞിന്റെ ശരീരമെങ്കിലും ഞാൻ കണ്ടു, നിന്റെ സാമർഥ്യം കൊണ്ട് അതിനും സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ആ ബ്രാഹ്മണൻ. അർജുനൻ ആകെ അപമാനിതനായി. എന്നിട്ട് അർജുനൻ പറയുകയാണ്, അങ്ങ് സംശയിക്കണ്ട, സത്യം പാലിക്കുവാൻ ഞാൻ തയ്യാറാണ്. അതിനു മുമ്പ് പ്രേതലോകത്ത് പോയി കുട്ടിയെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് നേരെ ഇന്ദ്രന്റെ പുത്രനായ അർജുനൻ യമലോകത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് യമരാജാവിനെ കണ്ട് ഈ കുട്ടിയെ പറ്റി അന്വേഷിക്കുന്നു. പക്ഷേ അങ്ങനെയൊരു കുട്ടി അവിടെ വന്നിട്ടില്ല. കണക്ക് പുസ്തകമൊക്കെ എടുത്തു നോക്കി, ഇല്ല, വന്നിട്ടില്ല എന്ന് തീർത്തു പറയുന്നു
യമരാജാവ്. അങ്ങനെ നിരാശനായി അർജുനൻ തിരികെ ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് സത്യം പാലിക്കുന്നതിനായി ചിത കൂട്ടി അഗ്നി ആളി കത്തിച്ചു. അങ്ങനെ അഗ്നി ആളി കത്തുകയാണ്. അർജുനൻ അഗ്നിപ്രവേശം ചെയ്യുന്നത് കാണുവാൻ ധാരാളം ആളുകൾ അവിടെ വന്ന് കൂടിയിട്ടുമുണ്ട്. വേഗമാകട്ടെ, ചാടിച്ചാകൂ എന്നൊക്കെ പറഞ്ഞ് ഈ ബ്രാഹ്മണൻ ബഹളം വെക്കുന്നുമുണ്ട്. അർജുനൻ തൻ്റെ എല്ലാ ആയുധങ്ങളും, ഗാന്ധീവം ഉൾപ്പെടെയുള്ള ആയുധങ്ങളെല്ലാം ധരിച്ചിട്ട് ആ ചിതയ്ക്ക്, ആ അഗ്നിക്ക് 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നു. എന്നിട്ട് അതിൽ ചാടുവാനായി മുമ്പോട്ടടുത്തപ്പോൾ പെട്ടെന്ന് മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് മരതക മണിവർണ്ണൻ പുറകിൽ വന്ന് വിജയന്റെ കൈ പിടിച്ച് പുറകോട്ട് തള്ളി മാറ്റിക്കൊണ്ട് പറയുകയാണ്, അർജുന, നീ എന്തു സാഹസമാണ് കാണിക്കുവാൻ തുടങ്ങുന്നത്? അഹങ്കാരിയായ ഈ ബ്രാഹ്മണന് വേണ്ടി നിന്റെ ജീവനെ ബലി അർപ്പിക്കുകയോ? ഇദ്ദേഹത്തിന്റെ പാപശക്തി കൊണ്ടാണ് ഈ പുത്രദുഃഖം ഇങ്ങനെ അനുഭവിക്കുന്നത്. 9 തവണ വന്ന് കരഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്നത് ഈ ബ്രാഹ്മണന്റെ പുണ്യക്കുറവ് കൊണ്ടാണ്. അങ്ങനെ ഇരിക്കെ നീ കയറി സത്യം ചെയ്തത് നിന്റെ അഹങ്കാരവുമാണ്. അതിന്റെ ഫലം നീയും അനുഭവിക്കണം. എന്തായാലും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് അർജുനന്റെ കയ്യും പിടിച്ചുകൊണ്ട് കൃഷ്ണൻ നേരെ തൻ്റെ രഥത്തിൻ്റെ അടുക്കലേക്ക് പോവുകയും രഥത്തിൽ പിടിച്ചു കയറ്റുകയും എന്നിട്ട് നേരെ പടിഞ്ഞാറു ദിക്കു ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയും ചെയ്തു. അവിടെ കൂടിയിരുന്ന എല്ലാവരും, ബ്രാഹ്മണനുമൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ കണ്ണും മിഴിച്ച് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ പുരങ്ങളും നഗരങ്ങളും രാജ്യങ്ങളും വനങ്ങളും പർവ്വതങ്ങളും കടന്ന് മഹാസാഗരങ്ങളും തരണം ചെയ്ത് വായുവേഗം ആ രഥം അങ്ങനെ പോകുന്നു. ആ രഥത്തിൽ ആരൊക്കെയുണ്ട്? കൃഷ്ണനും അർജുനനുമുണ്ട്. എന്നിട്ട് ആദിത്യൻ പ്രകാശിക്കാത്തതും അന്ധകാരാവൃതവുമായ ലോകാലോക ശൈലതലത്തിൽ അവര് എത്തുന്നു. കുറ്റാക്കുറ്റിരുട്ട് മൂലം ഒന്നും കാണാൻ വയ്യ. ആ സമയം ഭഗവാൻ തൻ്റെ സുദർശനത്തെ തിരുവുള്ളത്തിൽ നനയ്ക്കുകയും പെട്ടെന്ന് തന്നെ സുദർശനം അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ തൃച്ചക്രത്തിന്റെ ഉജ്ജ്വല പ്രഭയിൽ ഇരുട്ട് പാടെ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ തടസ്സമൊക്കെ മാറി വീണ്ടും യാത്രയങ്ങനെ പോവുകയാണ്. അങ്ങനെ വലിയ തിരമാലകൾ ഉയർന്നിളകി മറിയുന്നു. അങ്ങനെ മറിയുന്ന ആ ക്ഷീരസാഗരത്തിന്റെ തീരത്ത് അവരെത്തിച്ചേരുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ അവർ 2 പേരും എവിടെയാണിപ്പോൾ എത്തിയിരിക്കുന്നത്? വൈകുണ്ഠത്തിലാണ് എത്തിയിരിക്കുന്നത്. അവരങ്ങനെ നോക്കുമ്പോൾ അതാ മഹാവിഷ്ണു അനന്തശായിയായി വിളങ്ങുന്നു. അനന്തന്റെ തൽപ്പത്തിൽ ശയിക്കുന്ന വിരാട് പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ അവരങ്ങനെ കാണുകയാണ്. ആ സമയം കൃഷ്ണനിൽ നിന്നും ഒരത്ഭുത പ്രഭ വിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്നത് അർജുനൻ ഭക്തിയോടുകൂടി കാണുന്നു. അർജുനൻ തല കുനിച്ച് ആ കാഴ്ച കണ്ട് ഭക്തിയോടുകൂടി പുളകത്തോടുകൂടി നമസ്കരിക്കുന്നു. താൻ വൈകുണ്ഠത്തിൽ വന്നിരിക്കുകയാണോ എന്ന് വിജയൻ അത്ഭുതത്തോടുകൂടി വിസ്മയത്തോടുകൂടി വിചാരിക്കുകയാണ്. അവിടെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ അങ്ങനെ അവര് കാണുന്നു. അവർ 2 പേരും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, മഹാവിഷ്ണുവിന്റെ തൃപ്പാദങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും നമസ്കരിക്കുന്നു, ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. അപ്പോൾ
നാരായണമൂർത്തി പുഞ്ചിരിച്ചുകൊണ്ട് അരുളി ചെയ്യുകയാണ്, ഹേ കൃഷ്ണ, അങ്ങ് ഞാൻ തന്നെയാണ്, എൻ്റെ പൂർണ്ണാംശമാണ്. എങ്കിലും അങ്ങ് ഭൂതലത്തിൽ കാണിക്കുന്ന അത്ഭുത വിലാസങ്ങൾ എന്നെ കൊണ്ട് പോലും ചെയ്യാൻ സാധിക്കുന്നതല്ല. അങ്ങയുടെ മഹനീയ മഹാത്മ്യങ്ങൾ സനകാദി മഹർഷിമാരും നാരദരും മറ്റുള്ള മാമുനിമാരും ഒക്കെ ഇവിടെ വന്ന് വാഴ്ത്തുന്നുണ്ട്. അത് കേട്ട് അങ്ങയുടെ മനുഷ്യാകൃതി ഒന്ന് കാണണം എന്ന് എനിക്കൊരാഗ്രഹം. അത് തെറ്റാണോ? എൻ്റെ തന്നെ മറ്റൊരു ഭാവമല്ലേ? അത് കാണാൻ ആർക്കാണ് ആഗ്രഹം തോന്നാത്തത്? താൻ തന്നെ മറ്റൊരു വേഷമണിഞ്ഞാൽ അത് കാണുവാനും ആർക്കും ആഗ്രഹം തോന്നും. ആ നിലയിലാണ് എൻ്റേതു തന്നെയായ മനുഷ്യരൂപമായ അങ്ങയെ കാണുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ബ്രഹ്മാവിനെ മായയാൽ മയക്കിയതും ശിവനുമായി യുദ്ധം ചെയ്തതും ഇന്ദ്രന്റെ അഹങ്കാരം അടക്കിയതുമെല്ലാം അപ്പോൾ ഞാൻ അറിയുന്നുണ്ട്. അതുപോലെ പാർത്ഥന്റെ സാമർഥ്യത്തെക്കുറിച്ചും ഞാൻ കേട്ടു, സന്തോഷിച്ചു. നിങ്ങൾ നരനാരായണന്മാരാണ്. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു കാണുവാനുള്ള ആഗ്രഹത്താൽ ആ ബ്രാഹ്മണന്റെ കുഞ്ഞുങ്ങളെ ഞാൻ തന്നെയാണ് അപഹരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒന്നിച്ചു നിൽക്കുന്നത് കാണണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. അതുമാത്രമല്ല, ആ ബ്രാഹ്മണന്റെ ബാലന്മാരെ അപഹരിക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ ബ്രാഹ്മണൻ കൃഷ്ണഭക്തനല്ല. അവൻ അഹങ്കാരിയും പാപിയുമാണ്. കാര്യസാധ്യത്തിന് വേണ്ടി മരിച്ച കുഞ്ഞിന്റെ ജഡവും പേറിക്കൊണ്ട് അവൻ ദ്വാരകയുടെ ഗോപുരദ്വാരത്തിൽ വന്ന് ഭക്തിയോടുകൂടി അങ്ങനെ നിലവിളിച്ചവനല്ല. അവൻ ഭക്തി കൊണ്ട് വന്നവനല്ല. തൻ്റെ കുഞ്ഞിനെ ജീവിപ്പിച്ചു തരയണമേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുവാൻ വേണ്ടി വന്നവനല്ല. കൃഷ്ണന് അത് മനസ്സിലായി. കൃഷ്ണന്റെ മനസ്സിൽ അപ്പോൾ തോന്നിയ വിചാരം എൻ്റെ മനസ്സിലേക്കും പടർന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ കുട്ടികളെ എല്ലാം ഞാൻ അപഹരിച്ചത്. ഈ കുഞ്ഞുങ്ങളെ തിരിച്ച് അവന് കിട്ടുമ്പോൾ അപ്പോൾ മുതൽ അവൻ ഭക്തനായി തീരും. കൃഷ്ണന്റെ മഹത്വവും കീർത്തിയും ഉയരുകയും ചെയ്യും. അതുപോലെ അർജുന, നിന്റെ അഹങ്കാരം കെടുത്തുവാൻ വേണ്ടി നിന്നെ കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചതും അതും കൃഷ്ണൻ തന്നെയാണ്. ആ ശപഥമാണ് നിങ്ങളെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചതും അതിന് കാരണമാക്കിയതും അതെല്ലാം കൃഷ്ണന്റെ മായ തന്നെയാണ് എന്ന് മഹാവിഷ്ണു രണ്ടു പേരോടുമായി പറയുന്നു. എന്നിട്ട് മഹാവിഷ്ണു ഒരു വലിയ കാര്യം കൃഷ്ണനോട് പറയുകയാണ്. എന്താണത്? കൃഷ്ണ, അങ്ങയുടെ അവതാര ഉദ്ദേശം മിക്കവാറും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നിൽ വന്നു വിലയം പ്രാപിക്കുവാൻ അധികം താമസിക്കണ്ട. ഇങ്ങനെയൊരു നിർദ്ദേശവും മുന്നറിയിപ്പും കൂടി ഭഗവാന് മഹാവിഷ്ണു കൊടുക്കുകയാണ്. ഇപ്രകാരം സർപ്പശായി അരുളി ചെയ്തതിനു ശേഷം 10 കുഞ്ഞുങ്ങളെയും അവരെ ഏൽപ്പിക്കുന്നു. 2 ദിവസത്തെ പ്രായമുള്ള പൈതൽ മുതൽ ഏതാണ്ട് വിവിധ പ്രായത്തിലുള്ള കുമാരന്മാരായിരുന്നു അവരെല്ലാവരും. കൃഷ്ണൻ ഒരു ബാലന്റെ അടുത്തു ചെന്നിട്ട്, കുഞ്ഞേ, നിന്റെ അച്ഛൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് വൈകുണ്ഠപതിയെ തൊട്ട് കാണിക്കുന്നു. മറ്റൊരു കുട്ടിയോട് നിന്റെ അമ്മയാര് എന്ന് ചോദിച്ചപ്പോൾ അവൻ മഹാലക്ഷ്മിയെ ചൂണ്ടിക്കാണിക്കുന്നു. ഹരേ കൃഷ്ണ. അത് കണ്ട് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും പുഞ്ചിരിക്കുന്നു. ആ കുട്ടികൾക്കാർക്കും കൃഷ്ണന്റെയും അർജുനന്റെയും കൂടെ പോകുവാൻ സമ്മതമായിരുന്നില്ല. അവര് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുവാൻ നോക്കി. 10ാമത്തെ കുഞ്ഞു മാത്രം
പാർത്ഥന്റെ കൈകളിൽ ഇരിപ്പുണ്ട്. അത് കണ്ടതും അനന്തശായി തൻ്റെ വിഷ്ണുമായ ആ ബാലന്മാരിലേക്കും പ്രവേശിപ്പിച്ചു. അതിനുശേഷം മായയുടെ പ്രഭാവം കൊണ്ട് ആ കുഞ്ഞുങ്ങള് കൃഷ്ണന്റെയും അർജുനന്റെയും അടുക്കലേക്ക് വരുന്നു. അവര് സന്തോഷത്തോടു കൂടി കൃഷ്ണന്റെയും അർജുനന്റെയും കൂടെ പോകുവാനായിട്ട് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വണങ്ങി കുഞ്ഞുങ്ങളെയും കൊണ്ട് അർജുനനും കൃഷ്ണനും രഥത്തിൽ കയറി യാത്ര തിരിച്ച് പിറ്റേ ദിവസം ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ എത്തിച്ചേരുന്നു. ഒരു കുട്ടിക്ക് പകരം 10 കുട്ടികളെയും ബ്രാഹ്മണന് അർജുനൻ തിരിച്ചു കൊടുക്കുന്നു. അയാൾ അർജുനനെ അനുഗ്രഹിക്കുന്നു, ക്ഷമയാചിക്കുന്നു, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു, തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് തലതല്ലി കരയുന്നു. കൃഷ്ണന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് അയാൾ അപേക്ഷിക്കുകയാണ്, ഭഗവാനെ, അറിവില്ലാതെ അടിയൻ ചെയ്തു പോയ അപരാധങ്ങൾ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണൻ വീണ്ടും വീണ്ടും കരയുകയാണ്. അപ്പോൾ കൃഷ്ണൻ അരുളി ചെയ്തു, ഹേ ബ്രാഹ്മണ, അഹങ്കാരമാർക്കും നല്ലതല്ല. എൻ്റെ ഗോപുരത്തിൻ്റെ വാതുക്കൽ വന്ന് 9 തവണ കരഞ്ഞപേക്ഷിച്ചതിൻ്റെ ഫലമായി അങ്ങയുടെ കുട്ടികളെ വിജയനെ കൊണ്ട് ഞാൻ തരുന്നു. അങ്ങയുടെ പുണ്യത്തിൻ്റെ ഫലമല്ല ഇത്, അതങ്ങ് പ്രത്യേകം ഓർക്കണം. എന്നോട് ആര് എന്ത് ആവശ്യപ്പെടുന്നുവോ അവൻ്റെ പാപപുണ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ അവന് അത് ദാനം ചെയ്യും. ഇനിയെങ്കിലും താൻ ബ്രാഹ്മണനാണ് എന്നുള്ള ആ ദുരഭിമാനം, അഹങ്കാരം അത് അങ്ങ് വെടിയണം. എന്നിട്ട് ഭക്തനായ ഒരു മനുഷ്യനായി ജീവിക്കുവാൻ ശ്രമിക്കൂ എന്ന് കൃഷ്ണൻ ഈ ബ്രാഹ്മണനോട് പറയുന്നു. അതിനുശേഷം കൃഷ്ണനും അർജുനനും അവിടെ നിന്നും യാത്ര തിരിച്ചു. അതിനുശേഷം ആ ബ്രാഹ്മണൻ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തനായി തീർന്നു. എല്ലാ സമയവും ഭഗവാന്റെ മഹിമാവിശേഷങ്ങളെ പറ്റി വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ശേഷിച്ച കാലം ആ ബ്രാഹ്മണൻ അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ഹരേ കൃഷ്ണ. ഇതാണ് മഹാഭാഗവതത്തിലെ സന്താന ഗോപാലം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിലെ ഗുണപാഠം ഭഗവാൻ എന്താണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്? അഹങ്കാരം ഒട്ടും നല്ലതല്ല. താൻ ബ്രാഹ്മണനാണ്, താൻ രാജാവാണ്, താൻ കേമനാണ്, വില്ലാളി വീരനാണ് എന്നൊന്നും പറഞ്ഞ് അഹങ്കരിക്കുവാൻ പാടുള്ളതല്ല. ഒരുവൻ ചെയ്യുന്ന പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും ഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യണം. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ കുചേലൻ എന്ന ബ്രാഹ്മണൻ ഭഗവാനെ ഭക്തിപൂർവം വന്ദിച്ചു. അപ്പോൾ ഭഗവാൻ കുചേലന് വാരിക്കോരി ഐശ്വര്യങ്ങൾ ദാനം ചെയ്തു. ഇവിടെ സന്താന ഗോപാല ബ്രാഹ്മണൻ പ്രതിഫല ഇച്ഛയോടുകൂടിയാണ് കൃഷ്ണനെ നിന്ദിച്ചത്. 2 പേർക്കും ഭഗവാൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പക്ഷേ കൃഷ്ണഭക്തിയുടെ മഹത്വം അത് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ തനിക്കൊരു കാര്യം കിട്ടിയില്ല, ഭഗവാൻ അത് തന്നില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഭഗവാനെ ഒരു ബ്രാഹ്മണൻ നിന്ദിച്ചു. മറ്റൊരു ബ്രാഹ്മണൻ പട്ടിണിയിലാണ്, പക്ഷെ അപ്പോഴും അയാൾ ഭഗവാനെ നിന്ദിച്ചില്ല. ഇത് തൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് ചിന്തിച്ചു. പക്ഷേ 2 പേർക്കും അവരവരുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു. കൃഷ്ണഭക്തിയുടെ ഉത്കൃഷ്ടമായ മഹത്വം അതാണ്. ആര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയുടെ ഫലം അവര് അനുഭവിക്കുക തന്നെ ചെയ്യും. അതവർക്ക് ലഭിക്കും. പക്ഷേ ചിലപ്പോൾ സമയമെടുക്കാം, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും ഫലമാണ്. പെട്ടെന്ന് സാധിച്ചു കിട്ടണോ അതോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സാധിച്ചു കിട്ടിയാൽ മതിയോ എന്നുള്ളത് അവരുടെ
കർമ്മഫലത്തിന്റെ ഫലസിദ്ധി അനുസരിച്ചിട്ടിരിക്കും. പക്ഷെ നമുക്കത് ലഭിച്ചില്ല. ഞാൻ ഇത്ര കാലം ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാൻ എത്ര മാല കെട്ടിച്ചാർത്തി, എന്നിട്ടും ഭഗവാനെ എനിക്ക് ഇതാണല്ലോ തന്നത്, അതുകൊണ്ട് ഞാൻ ഇനി വിളക്ക് തെളിയിക്കുന്നില്ല, ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, ഗുരുവായൂര് വരുന്നില്ല, ഏകാദശി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമല്ലോ. ആ പ്രാർത്ഥനയുടെ ഫലം ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെ പാടില്ല എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി വളരെ കുറച്ച് അധ്യായങ്ങൾ കൂടിയേ ഉള്ളൂ. ഇവിടെ മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനോട് തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുകയാണ്. അവതാര ഉദ്ദേശം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അധ്യായങ്ങൾ യദുവംശത്തിന്റെ നാശവും ഭഗവാന്റെ സ്വർഗാരോഹണവും കലിയുഗ വർണ്ണനയുമൊക്കെയാണ്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എല്ലാവരും മാധവത്തിന്റെ കൂടെ ഇരുന്ന് ആ കഥകളൊക്കെ കേട്ട് പ്രാർത്ഥിക്കണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.